വളരെ പ്രതിസന്ധി ഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണോ CPM എന്ന ചോദ്യത്തിന് നേരത്തെ കെ അനിൽകുമാർ അടക്കം പറഞ്ഞത് സർക്കാരിന് അങ്ങനെ ഒരു പ്രതിസന്ധിയേ ഇല്ല എന്നാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ മുകേഷിനെ പോലെ ഒരാൾക്ക്, ഒരു MLA ആണ്, MLA സ്ഥാനം രാജിവെച്ച് ധാർമ്മിക ഉത്തരവാദിത്വം കാണിക്കേണ്ടതല്ലേ എന്ന ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി പോലും CPM-ന് നൽകാനില്ലാത്ത സന്ദർഭമാണ്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ ഘട്ടത്തിൽ MLA എന്നുള്ള നിലയിൽ അത് തന്നെയല്ലേ വേണ്ടത്? തീർച്ചയായിട്ടും CPM വലിയ പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത്. അതൊരു ചെറിയ പ്രതിസന്ധിയൊന്നുമല്ല. അത് CPM നേതാക്കന്മാർക്ക് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോ മുകേഷിനെതിരെ വളരെ ഗുരുതരമായ ആരോപണമാണ് ഉയർന്നു വരുന്നത്. MLA ആണ്. MLA-ക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നത്. സത്യത്തിൽ ഈ കേസൊക്കെ വളരെ നേരത്തെ എടുക്കുന്നത് മാത്രമല്ല, CPM മുകേഷിന്റെ രാജി ചോദിച്ചു വാങ്ങണം. ഇനി ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല. അതുകൊണ്ട് എത്രയും വേഗം CPM മുകേഷിന്റെ രാജി ചോദിച്ചു വാങ്ങുകയും മുകേഷ് രാജിവെക്കുകയുമാണ് വേണ്ടത്. ഒരു നിമിഷം പോലും അധാർമികമായി ആ സ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിന് അർഹതയില്ല. കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെങ്കിൽ സ്പീക്കറുടെ അനുവാദം വേണം. സ്പീക്കറുടെ അനുവാദം വാങ്ങി മുകേഷിനെ അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും വേണം. ഇതുപോലെ ആരൊക്കെയാണോ ഇത്തരം മേഖലകൾ, സിനിമാ മേഖലകളിൽ ഉൾപ്പെടെ ഇതുപോലെ സ്ത്രീകൾക്കെതിരെ എഴുതുന്നത്, അവരുടെ പേരിലൊക്കെ കേസെടുത്ത് മുന്നോട്ട് പോകാൻ തയ്യാറാകണം. മാത്രമല്ല, ഇപ്പൊ സിനിമാ മേഖലയിൽ അവരുടെ ഒരു നയരൂപീകരണ സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നയരൂപീകരണ സമിതിയിലെ അംഗമാണ് ഈ മുകേഷ് MLA. ഈ മുകേഷിനെ വെച്ചുകൊണ്ടാണ് ഇവർ നയമുണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇതുപോലെ സ്ത്രീവിരുദ്ധമായി സ്വന്തം ഭാര്യയെ പോലും ഏറ്റവും ക്രൂരമായി പീഡിപ്പിക്കുകയും അവരെ ശാരീരികവും മാനസികമായിട്ടും അവരെ തകർക്കുകയും ചെയ്ത ഒരു വ്യക്തി. ആ വ്യക്തിക്കെതിരെയാണ് ഇപ്പോ സിനിമാ മേഖല നിരവധി ആളുകൾ അദ്ദേഹത്തിനെതിരെ പരാതിയുമായിട്ട് വരുന്നു. അദ്ദേഹമാണ് അതുപോലെയുള്ള ഒരാളാണ് നയരൂപീകരിക്കാൻ പോകുന്നത്. അപ്പൊ ആ നയരൂപീകരണ സമിതിയിൽ നിന്നും എത്രയും പെട്ടെന്ന് മുകേഷിനെ പുറത്താക്കണം. പുതിയ നയരൂപീകരണ സമിതി ഉണ്ടാക്കണം. ഇതുപോലെ ആരോപണ വിധേയരല്ലാത്ത ആളുകളെ, സ്ത്രീകളെ തലപ്പത്ത് ഉയർത്തിക്കൊണ്ടുള്ള നയരൂപീകരണ സമിതി കൂടി ഉണ്ടാക്കാൻ തയ്യാറാക്കണം. എത്രയും വേഗം മുകേഷിനെ രാജിവെപ്പിക്കണം. ഒരുപാട് സർക്കാർ വളരെ അനുകൂലമായ ഒരുപാട് നിലപാടുകൾ സ്ത്രീകളുടെ കാര്യത്തിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഒരുപാട് പരാതികൾ മുന്നിലേക്ക് വരുന്നത് എന്നാണ് ഒരു അഭിപ്രായം വന്നിട്ടുള്ളത്. അതിനോട് യോജിക്കാൻ കഴിയുമോ? താങ്കൾക്കും ഒരുപാട് വ്യക്തിപരമായ അനുഭവങ്ങളില്ലേ? സ്ത്രീകൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് എന്ന് പറയാമോ? സ്ത്രീകൾക്ക് അനുകൂലമായി നിൽക്കുന്ന സർക്കാരാണെങ്കിൽ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നുടനെ ഒരു പ്രതിഷേധവും ഇല്ലാതെ അവരെയൊക്കെ സ്ഥാനത്ത് നിൽക്കുകയും കേസെടുക്കുകയും അന്വേഷണം കൊണ്ടുപോവുകയും ചെയ്യേണ്ടതാണ്. ഈ സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ സർക്കാരിന്റെ മുന്നിൽ 4.5 വർഷമായി വെച്ചിരിക്കുന്നു. ഈ വിഷയങ്ങളൊക്കെ 4.5 വർഷം മുന്നേ ഉണ്ടാവേണ്ട ഈ പ്രശ്നങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടാകുമായിരുന്നു. അതൊന്നുമില്ലാതെ പൂഴ്ത്തിവെച്ച സർക്കാരാണ് ഇപ്പൊ പറയുന്നത് ഞങ്ങൾ സ്ത്രീകളുടെ കൂടെയാണ്, ഞങ്ങൾ ഇരകളോടൊപ്പമാണ് എന്ന്. എന്ത് അർത്ഥമുണ്ട് അതിനകത്ത് അവർ പറയുന്നത്? 4.5 വർഷം എത്ര ക്രൂരമായ, എത്ര ക്രൂഷ്യലായ റിപ്പോർട്ടാണ് സർക്കാരിന്റെ കൈവശമുണ്ടായിരുന്നത്. ഒരു പേജ് പോലും മറച്ചു നോക്കാതെ അതിനകത്ത് എന്താ മറച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ മിണ്ടാതിരുന്നു. നോക്കിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. സജി ചെറിയാൻ പറഞ്ഞു ഞാനത് നോക്കിയിട്ടില്ല, കണ്ടിട്ടില്ല എന്ന്. അതിന്റെ മുന്നേ ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് മറ്റൊരു അഭിപ്രായം പറയുന്നു. എന്ത് തന്നെയായാലും ഇതുവരെ ഒരു നടപടിയും എടുക്കാതെ അതിനകത്ത് അടയിരുന്ന ആളുകൾ ഇപ്പോൾ ഈ പറയുന്നത് ജനങ്ങളെ പരിഹസിക്കുകയാണ്, ഇവിടുത്തെ സ്ത്രീകളെ പരിഹസിക്കുകയാണ്. വളരെ മാതൃകാപരമായ തീരുമാനമായാണ് ഇപ്പോൾ CPM ഘടകങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതിലൂടെ, ഈ അന്വേഷണ സംഘത്തെ നിയോഗിച്ചതിലൂടെ പലപ്പോഴും ഈ ആരോപണ വിധേയരിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കാൻ ഇതൊരു കാരണമാവും എന്നും എതിർ ചേരിയിലുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള ചർച്ചകൾ ഉണ്ടാവുന്നുണ്ട്. താങ്കളുടെ അഭിപ്രായം എന്താണ്? അല്ല, ഈ അന്വേഷണ സംഘത്തെ അവര് സ്വതന്ത്രമായ പ്രവർത്തനം നടത്താൻ അവർക്ക് അനുവാദം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ അന്വേഷിക്കുന്ന ടീമുകൾ തന്നെയാണ് നമ്മുടെ കേരളത്തിലുള്ളത്. പക്ഷെ അതിന് ഇന്നത്തെ ഒരു സംവിധാനത്തിൽ സാധിക്കുമോ എന്നുള്ള സംശയം നമുക്ക് ഉണ്ടാകുന്നത് ഇതുപോലെയുള്ള അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുള്ളത് കൊണ്ടാണ്. ധാരാളം അനുഭവങ്ങളുണ്ട് ഈ ഇത്തരം കേസുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമങ്ങൾ. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ചെയ്യേണ്ടത്. ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു അന്വേഷണ സംഘമാവരുത്. അതിന്റെ ഭാഗമായിട്ടുള്ള ചില നടപടികളാകരുത്. ആത്മാർത്ഥമായി ഇത്തരം കാര്യങ്ങളിൽ നിലപാടെടുത്തു പോകാൻ സർക്കാരിന് സാധിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ നേരിടേണ്ടി വരും. ശരി, വളരെ നന്ദി കെ രമ MLA ഒപ്പം ചേർന്നതിന്.